ഹലോ എവരി വൺ, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 13ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 13ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. എക്സിക്യൂട്ടീവ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഗവൺമെന്റിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം, അഥവാ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഭാഗമാണ് ഇത് കാര്യനിർവഹണ വിഭാഗം. വിശാലമായ അർത്ഥത്തിൽ നിയമത്തിന്റെ രൂപത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്ന രാഷ്ട്രത്തിന്റെ ഇച്ഛ നടപ്പിലാക്കുന്നതിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എക്സ്പ്ലെയിൻ ദ ഗവർണർ. ഗവർണറെ കുറിച്ച് വിശദീകരിക്കാൻ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റു മീഡിയകളിലൂടെയും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയും ഒരു പദവി എന്നൊക്കെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഗവർണർ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? ഈ ഗവർണർ. സാധാരണയായി ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം ഗവർണർമാരുണ്ടാകും. 1956 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനത്ത് ഗവർണറായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യാം? ഗവർണറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. പൊതുവായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പ്രവിശ്യയുടെയോ കാര്യനിർവഹണ ചുമതല ഭരണപരമായി പരിപാലിക്കുവാനുള്ള പദവിയാണ് ഇത് ഗവർണർ. ആ സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന വ്യക്തിയാണ് ആര്? ഗവർണർ. ഒന്നുകൂടി പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റുമായി സംസ്ഥാന ഗവൺമെന്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഒരു ലിങ്കാണ് ഇത് ഈ ഗവർണർ എന്ന് പറയുന്നത്. ഇനി ഹൗ ഈസ് ഗവർണർ അപ്പോയിന്റഡ്? എങ്ങനെയാണ് ഒരു ഗവർണറെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റാണ് നേരിട്ട് ഗവർണറെ നിയമിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. 5 വർഷമാണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാർക്കുള്ളതുപോലെ സേവനകാല സുരക്ഷിതത്വം ആർക്കില്ല? ഗവർണർക്കില്ല. അത് പെട്ടെന്ന് മാറ്റണമെന്ന് തീരുമാനിച്ചാൽ എന്താകും? ആ ഗവർണറെ മാറ്റും, പുതിയൊരു ഗവർണർ എന്ത് ചെയ്യും? നിയമിക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ ഗവർണർ വന്ന് ചുമതല ഏറ്റെടുക്കുന്നത് വരെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ കഴിയും? തൻ്റെ പദവിയിൽ തുടരാം. അതുവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ പദവിയിൽ തുടരാം. പുതിയ ഗവർണർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പുതിയ ഗവർണറെ നിയമിക്കേണ്ടി വരും. ഇനി എങ്ങനെയൊക്കെയാണ് ഗവർണറായി നിയമിക്കാനുള്ള യോഗ്യതകൾ? എന്തൊക്കെയാണ് ഒരു ഗവർണർക്കുള്ള യോഗ്യതകൾ? ഏതൊരു ഇന്ത്യൻ പൗരനും എന്താകാം? ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള അർഹതയുണ്ട്. പ്രായം എന്താകണം? 25 വയസ്സിൽ കുറവാകാൻ പാടുള്ളതല്ല. ഇന്ത്യയിലെ ഒരു സർക്കാരിന് കീഴിലും പ്രതിഫലം പറ്റുന്ന പദവിയുള്ള ഉദ്യോഗസ്ഥനാകാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാനോ പാടുള്ളതല്ല. ഇതാണ് ഒരു ഗവർണറായി നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ. ഇനി ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴായും കാണാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയാണ്. വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഗവർണർ? ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് ഗവർണറുടെ അധികാരങ്ങൾ? എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതലകൾ? ഓക്കെ, ഗവർണറുടെ അധികാരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാര്യനിർവഹണ വിഭാഗം. ഈ കാര്യനിർവഹണ അധികാരങ്ങൾ അത് ഗവർണറുടെ അധികാര ചുമതലയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി മറ്റൊന്നാണ് ഇത് നിയമനിർമ്മാണ അധികാരങ്ങൾ. ഇതും ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി മൂന്നാമതായി പറയുന്നത് സാമ്പത്തിക അധികാരങ്ങൾ. ഗവർണർക്ക് ചില സാമ്പത്തിക അധികാരങ്ങളുണ്ട്.
അത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന വിഷയത്തിലായാലും മറ്റുള്ള വിഷയത്തിലായാലും അത് ഗവർണറിൽ നിക്ഷിപ്തമായ ഒരു വിഷയമാണ് ഇത് സാമ്പത്തിക അധികാരങ്ങൾ. നാലാമതായി പറയുന്നത് ജുഡീഷ്യൽ അധികാരങ്ങൾ. അഞ്ചാമത്തത് വിവേചന അധികാരങ്ങൾ. ഈ 5 കാര്യങ്ങൾ എന്താണ്? അത് ഗവർണറിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു പോയിന്റ്, ഈ ഒരു ചോദ്യം ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് കഴിഞ്ഞ കാല ചോദ്യപേപ്പറുകളിലൊക്കെ പലപ്പോഴും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്ത് കൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഈ ചാപ്റ്ററിൻ്റെ വിശദമായ വിശകലനവും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അടുത്ത പുതിയൊരു ചാപ്റ്റർ കാണാൻ വേണ്ടിയിട്ട് വരേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഗുഡ് ബൈ.